അപ്പം സമാധിക്ക് പായസം വയ്ക്കാമോ എന്ന ചോദ്യം ഉണ്ടാകുന്നത് സമാധി ഒരു ദുഃഖ ദിവസമാണ് എന്നുള്ള ധാരണയിൽ നിന്നാണ്. അന്ന് മധുരമൊന്നും പാടില്ല എന്ന് മാത്രമല്ല, ഈ തെക്കോട്ട് തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലും സമാധി ദിനത്തിൻ്റെ അന്ന് മൈക്ക് വെക്കത്തില്ല, മഞ്ഞക്കൊടി കെട്ടത്തില്ല. ചിലയിടങ്ങളിൽ ഈ മഞ്ഞക്കൊടിയുടെ മുകളിൽ ഒരു കരിങ്കൊടിയും കെട്ടുന്ന രീതി അനുവർത്തിച്ച് പോരുന്നുണ്ട്. ഇതൊക്കെ സമീപകാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളാകട്ടോ, മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ ബോധപൂർവമായ ചില ഇടപെടലുകളിൽ നിന്ന് മനുഷ്യരിൽ, വിശ്വാസികളിൽ ചില തെറ്റിദ്ധാരണ വന്നുപെടുന്നതാണ്. അപ്പം പിന്നെ ഈ ആചാരങ്ങളിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം, അതായത് മഞ്ഞക്കൊടി കെട്ടാൻ പാടില്ല, മൈക്ക് വയ്ക്കാൻ പാടില്ല, കീർത്തനങ്ങളൊന്നും ആലപിക്കാൻ പാടില്ല, പായസം വയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഈ ധാരണ വാസ്തവത്തിൽ ഗുരുവിൻ്റെ പരിനിർവാണത്തെ ഒരു ചരമം തോട് ചേർത്ത് വയ്ക്കാനുള്ള ഒരു പ്രവണതയിൽ നിന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദുഃഖമായിട്ട് ഇപ്പോൾ പോയി പിന്നെ കീർത്തനാലാപനങ്ങളൊന്നുമില്ല, മഞ്ഞക്കൊടികളോ വേറെ ഇതൊന്നും തന്നെ ഇല്ല, കഞ്ഞി വയ്ക്കുന്നു, കഞ്ഞി കുടിക്കുന്നു, പോകുന്നു. അപ്പോൾ ഒരു മരണവീട്ടിൽ പോയ പ്രതീതിയാണ് ഒരു സമാധി ദിനാചരണത്തിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്നത്, ഇങ്ങനെ ചെയ്യുന്നിടത്ത്. എന്നാൽ അങ്ങനെയല്ലാത്ത ഇത് കൃത്യമായും അതിൻ്റെ വ്യവസ്ഥാപിതമായി ആചരിച്ച് പോരുന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമുക്കിവിടെയൊക്കെ മാതൃകയാക്കേണ്ടുന്നത് നമ്മുടെ മഹാപ്രസ്ഥാനങ്ങളെയാണ്. ഇപ്പോൾ ശിവഗിരി മഠത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ചെമ്പഴന്തി ഗുരുകുലത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അരുവിപ്പുറം മഠത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആലുവ അദ്വൈതാശ്രമത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയ വിദഗ്ധന്മാരുണ്ടല്ലോ ഇപ്പോഴത്തെ, അവർ യഥാർത്ഥത്തിൽ അതൊന്നും ഒരു ആധികാരികമായിട്ടുള്ള വിവരങ്ങളല്ല അവരാരും നൽകുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് പ്രസ്ഥാനങ്ങളിൽ, നമ്മുടെ മഹത്തായ പ്രസ്ഥാനങ്ങളിൽ ഈ ദിവസങ്ങളെ എങ്ങനെയാണ് ആചരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടുന്നതാണ്. അപ്പം ഞാൻ ഈ പറയുന്നതും നിങ്ങൾ പ്രസ്ഥാനവുമായി ചേർത്ത് വെച്ച് തന്നെ വേണം മനസ്സിലാക്കുവാൻ. കഴിഞ്ഞ ദിവസം ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഇതിനെ സംബന്ധിച്ചൊരു നിർദ്ദേശം സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ കേരളകൗമുദിയിലുമൊക്കെ അച്ചടിച്ചു വന്നു. കാരണം ഇത്തരം തെറ്റായ ആചാരങ്ങളിലേക്ക് വഴിമാറരുത്, അത് അപകടകരമാണ് എന്നുള്ള നിലയിലാണ് സ്വാമി നിർദ്ദേശിച്ചത്. അതിൻ്റെ പിൻബലത്തിലാണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കലും ഇത്തരം തെറ്റായ ആചാരങ്ങൾ ഒരു ദുഃഖ പര്യവസാനിയായി മാറേണ്ടുന്ന ഒന്നല്ല സമാധി ദിനം. കാരണം അതൊരു മരണമെന്ന നിലയിലോ വേർപെടൽ എന്ന നിലയിലോ ഒക്കെ കാണുന്നത് കൊണ്ടാണ്. പക്ഷെ ഗുരുവിൻ്റെ പരിനിർവാണം എന്ന് പറയുമ്പം ഒരു ശരീരത്തിൽ കൂടിക്കൊണ്ടിരുന്ന ഗുരു എന്താ പറയുക, ഓംനിപൊട്ടൻ്റ്, നിത്യവ്യാപിയും സർവ്വവ്യാപിയുമാകുന്ന വളരെ സുദിനമാണ്. നിത്യവ്യാപിയും സർവ്വവ്യാപിയുമാകുന്ന സുദിനമാണ് ഈ പരിനിർവാണ ദിനം. അത് വാസ്തവത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഗുരുവിൻ്റെ പ്രസൻസ്, ഗുരു ശശരീരിയായിരുന്ന സന്ദർഭത്തിൽ നമുക്ക് ശിവഗിരിയിലോ ആലുവയിലോ അരുവിപ്പുറത്തോ ഒക്കെ പോയി കാണണമായിരുന്നു എങ്കിൽ ഇന്ന് ഗുരുവിനെ എവിടെയിരുന്ന് സ്മരിച്ചാലും ഗുരു അവിടെ ഉണ്ടാകും എന്നുള്ള ആ വലിയ സാധ്യതയിലേക്കാണ് വിശ്വാസികളെ ഈ ദിനത്തിൽ എത്തപ്പെടുന്നത്. അപ്പോൾ ആ മഹത്തായ ദിനത്തിൻ്റെ വാർഷികമായിട്ടാണ് നമ്മൾ പരിനിർവാണ ദിനം ആചരിക്കുന്നത്. അത് സന്തോഷകരമാക്കേണ്ടുന്നതാണ്. പിന്നെ പായസം വെക്കണോ, കഞ്ഞി വെക്കണോ, മറ്റെന്തെങ്കിലും ഭക്ഷണമാക്കണോ എന്നൊക്കെ ഉള്ളത് ഈ സംഘാടകരുടെ സൗകര്യപ്രദമായിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ പണ്ടൊക്കെ ഇത് ആചരിച്ചിരുന്നത്, സമാധി ദിനം ആചരിച്ചിരുന്നത് ഉത്പന്നങ്ങൾ, ഓരോ വീട്ടിലും ഉണ്ടാകുന്ന ഉത്പന്നങ്ങളെ ശേഖരിച്ച് ആ ഉത്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കറിയും കഞ്ഞിയും, അങ്ങനെയാണ് ഈ കഞ്ഞിയും എരിശ്ശേരിയും എന്നുള്ള ആ ഒരു ആഹാരം സമാധി ദിനത്തിൻ്റെ വിശേഷ ഭക്ഷണമായി വന്നത്. കാരണം അപ്പോൾ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ ഇന്നും അങ്ങനെ തന്നെ നടന്നു വരുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഉത്പന്നങ്ങൾ ഗുരുവിന് വേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർ വീട്ടിൽ ഉണ്ടാകുന്ന ചേന, കാച്ചിൽ, ചേമ്പ്, പിന്നെന്താ പയറുവർഗ്ഗങ്ങൾ, ചക്ക ഉൾപ്പെടെയുള്ള സകല അവരുടെ വീട്ടിലുണ്ടാകുന്ന സകല അവർ സമർപ്പിക്കുകയാണ് ഗുരുവിന് വേണ്ടിയിട്ട്. അതെല്ലാവരും ചേർന്നിരുന്ന് ഈ സകല സാധനവും ഉൾപ്പെട്ട ഒരു കറി,
അങ്ങനെയാണ്. അതേപോലെ പണ്ട് ഈ അരി പിടിയരി സൂക്ഷിക്കുമായിരുന്നു. അപ്പം വീടുകളിൽ ഓരോ തവണയും അരി വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി ശേഖരിച്ച് ഗുരുവിന് വേണ്ടി മാറ്റിവെക്കും. അത് ഒരു വർഷത്തെ ശേഖരം ഗുരുവിന് സമർപ്പിച്ച് അങ്ങനെ അരിയും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം അങ്ങനെ ശേഖരിച്ച് അതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ആഹാരമായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ആ രീതി മാറി വരുന്നു. ഇപ്പം ഇതെല്ലാം വില കൊടുത്ത് വാങ്ങിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ സദ്യയായി തന്നെ ചോറും കറികളുമായി ചെയ്യുന്നവരുണ്ട്. ചിലർ കഞ്ഞിയും ഈ പറഞ്ഞ പോലെ ഒരു കറിയുമാക്കുന്നവരുണ്ട്. ചിലർ പായസം വെക്കുന്നവരുണ്ട്. ചിലർ ഇപ്പം തിരുവനന്തപുരത്ത് കോലത്തുകര പ്രദേശത്തൊക്കെ രാവിലെ ഉച്ച ഒരു 3 മണി വരെയൊക്കെ കഞ്ഞിയും പിന്നെ കറിയുമായിരിക്കും. അതിനുശേഷം പായസമാവും. ഈ തരത്തിൽ ഒക്കെ ചെയ്യുന്നതുണ്ട്. അതുകൊണ്ട് എന്ത് ആഹാരം ഉണ്ടാക്കുന്നു അതുകൊണ്ട് പിന്നെ പായസം വെച്ചുകൂടാ, ഇന്നതേ വയ്ക്കാവൂ, ഇന്നത് വെച്ചുകൂടാ എന്ന് യാതൊരു നിബന്ധനയും ഈ വിഷയത്തിലില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയും ഇല്ല എന്നുള്ളത് ഗുരുവിശ്വാസികൾ മനസ്സിലാക്കണം. പരമാവധി വയ്ക്കുക, പരമാവധി ജനങ്ങൾക്ക് എന്താ പറയുക ആഹാരം കൊടുക്കുക, ഗുരുവിൻ്റെ സ്മരണ നിലനിർത്തുക, അത് ഭക്തി നിർഭരമായി ചെയ്യുക, പ്രാർത്ഥനാപൂർവം ചെയ്യുക. ഒരു പ്രാർത്ഥനയോടുകൂടി ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ശിവരി മഠത്തിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും ശ്രീനാരായണ ഗുരുവിൻ ധർമ്മസ്ഥാപനങ്ങളിലെല്ലാം തന്നെ ചെയ്യുന്നത് 3:30 ഗുരുവിൻ്റെ സമാധി. അപ്പോൾ ആ സമയത്തിന് മുൻപായി ഒരു 3 മണിയോടുകൂടി പ്രാർത്ഥന ആരംഭിക്കും. ആ നിർവ്വാണ സമയത്ത് പ്രാർത്ഥന അവസാനിപ്പിച്ച് ആരാധന കഴിഞ്ഞ് ഇത് പ്രസാദമായി കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു വ്യവസ്ഥയോടുകൂടി ഇത്തരം ആചാരങ്ങളെ പാലിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും. എന്തായിരുന്നാലും പായസം വെക്കണോ കഞ്ഞി വെക്കണോ അല്ലെങ്കിൽ ഇന്നതേ വയ്ക്കാവൂ ഇന്നത് വെച്ചുകൂടാ എന്ന് യാതൊരു വ്യവസ്ഥയുമില്ല എന്നുള്ളത് വിശ്വാസികൾ തിരിച്ചറിയണം. പരമാവധി ഇടങ്ങളിൽ അടുത്ത നിർവ്വാണ വാർഷികം 98ാമത് വാർഷികം വരുമ്പോൾ പരമാവധി ഇടങ്ങളിൽ ഗുരുസ്മരണ ഉണ്ടാകത്തക്കവണ്ണം ഭക്തി നിർഭരമായി ഈ ദിവസത്തെ ആചരിക്കുകയാണ് വേണ്ടത്. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമസ്കാരം.